എല്ലാവർക്കും നമസ്കാരം. മാക്ബത്ത് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മലയാള ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ സുദീപ് കുമാർ എഴുതിയിട്ടുള്ള കേസില്ല വക്കീൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏവരെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമ്മുടെ ചടങ്ങിലേക്ക്. വേദിയിലേക്ക് പുസ്തക പ്രകാശനം നടത്തുന്ന എഴുത്തുകാരൻ ശ്രീ ജേക്കബ് എബ്രഹാം, പുസ്തകം സ്വീകരിക്കുന്ന പിന്നണി ഗായിക ശ്രീമതി രാജലക്ഷ്മി, എഴുത്തുകാരൻ ശ്രീ സുദീപ് കുമാർ, ഏവരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേസില്ല വക്കീൽ എന്ന ഒരു ശീർഷകം കാണുമ്പോൾ ശരിക്കും ഒരു പാട്ടുകാരൻ്റെ ഒരു പുസ്തകം കേസില്ല വക്കീൽ എന്നൊരു ശീർഷകത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചിന്തയുണ്ടാകും, എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന്. അങ്ങനെ നിങ്ങളെയൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് പിന്നണി ഗായകൻ ശ്രീ സുദീപ് കുമാറിൻ്റെ ജീവിതവുമായി തൊട്ടറിഞ്ഞ ഒരു പുസ്തകമായ കേസില്ല വക്കീൽ എന്ന പുസ്തകം മാക്ബത്ത് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച് നമ്മളിപ്പോൾ 2ാം പതിപ്പിലെത്തിയ പുസ്തകം കൂടിയാണ് കേസില്ല വക്കീൽ എന്ന് പറയുന്ന പുസ്തകം. ഇത് നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. നിയമസഭയിൽ ഒരു പുസ്തകോത്സവം നടക്കുക, അതിനോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് അകത്ത് കയറാൻ പറ്റാത്ത മനുഷ്യർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് കയറാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഈ പുസ്തകോത്സവത്തിനോടനുബന്ധിച്ചാണ് എല്ലാവർക്കും ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. നിയമസഭയുടെ കവാടം സാധാരണക്കാരായ ജനങ്ങൾക്ക്, വായനക്കാർക്ക്, എഴുത്തുകാർക്കൊക്കെ മുന്നിൽ മലർക്കെ തുറന്നിട്ട ഒരു അനുഭവം കൂടിയാണ് നിയമസഭാ പുസ്തകോത്സവം എന്ന് പറയുന്നത്. അതൊരു ചരിത്രപരമായ അനുഭവമാണ്, ഒരു അടയാളപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ 4ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ സാർ ഉൾപ്പെടെ അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും അഭിനന്ദിക്കുക മാത്രമല്ല, അതിനൊരു ഭാഗമായി ഇവിടെ നിൽക്കാൻ സാധിക്കുന്ന ഒരു പ്രസാധക എന്ന രീതിയിലുള്ള അഭിമാനം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങ് ആരംഭിക്കുകയാണ്. കേസില്ല വക്കീൽ എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എഴുത്തുകാരനായ ശ്രീ ജേക്കബ് എബ്രഹാം ആണ്. പുസ്തകം സ്വീകരിക്കുന്നത് പിന്നണി ഗായികയായ രാജലക്ഷ്മിയാണ്. പാട്ടുകളുടെ പുസ്തകമാണ് കേസില്ല വക്കീൽ എന്ന ശീർഷകത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പാഷൻ പാട്ടായതുകൊണ്ട് അതിനുവേണ്ടി ജീവിതം എങ്ങനെ മാറ്റിവെച്ചു എന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുസ്തക പ്രകാശന ചടങ്ങാണ് ആദ്യം. എഴുത്തുകാരൻ ശ്രീ ജേക്കബ് എബ്രഹാമിനെയും സ്വീകരിക്കുന്ന പിന്നണി ഗായിക രാജലക്ഷ്മിയെയും എഴുത്തുകാരൻ ശ്രീ സുദീപ് കുമാറിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് ഈ ചടങ്ങ് പുസ്തക പ്രകാശനത്തിന് നമ്മളോടൊപ്പം ഉണ്ടാവാമെന്ന് ഏറ്റിരുന്നത് ശ്രീ ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് രമേശ് നാരായണൻ സാറായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് രാവിലെ മുതൽ വെർട്ടിഗോയുടെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതാണ്. എന്നിരുന്നാൽ കൂടിയും എഴുത്തുകാരൻ ശ്രീ ജേക്കബ് എബ്രഹാമിനോട് പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഒന്നും നോൽക്കാതെ തന്നെ ഞാൻ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം വന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് നിയമസഭ പുസ്തകമേളയുടെ 3ാമത്തെ ദിവസം നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എൻ്റെ കൂടെ പതിവിന് വിരുദ്ധമായ 2 ഗായകരാണ് ഇന്ന് വേദിയിലുള്ളത്. നിങ്ങൾക്കൊക്കെ എനിക്കും ഏറെ പ്രിയപ്പെട്ട 2 പാട്ടുകാരാണ്. പാട്ടെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ജനപ്രിയ കവിത തന്നെയാണ് പാട്ട്. ജനപ്രിയമായ കവിതയുടെ ആവിഷ്കാരമാണ് പാട്ട്. പാട്ട് മൂളാത്ത ആരുമില്ല. തടവറയിലെ ജയിൽ പുള്ളിയും, ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയും, കാമുകനെ കാത്തു നിൽക്കുന്ന കാമുകിയും, വീട്ടിൽ കുഞ്ഞിനെ ഉറക്കുന്ന അമ്മയും, എല്ലാവരും പാട്ട് മനസ്സിൽ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ വിഷമങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെ ഒക്കെ ആവിഷ്കരിക്കുന്ന ഒന്നാണ് പാട്ടുകൾ. അപ്പം പ്രിയപ്പെട്ട സുദീപ് കുമാറിന്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ എന്നാൽ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് കേസില്ല വക്കീൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാക്ബത്തിന്റെ ഷഹനാസ് എന്നോടിത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ പുസ്തകം പെട്ടെന്നാണ് എനിക്ക് അയച്ചെന്ന് ഞാൻ കുറച്ച് വായിച്ചു. അപ്പൊ അന്നേരമാണ് എനിക്കിതിന്റെ ഇദ്ദേഹത്തിന്റെ പാട്ടുകാരനിൽ ഒരു എഴുത്തുകാരൻ കൂടി ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത്. പാട്ടുകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരൻ കൂടിയാണ്. സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വക്കീലായി LLB പഠിച്ച ശേഷം അദ്ദേഹം ഒരു കേസ് പോലും വാദിക്കാത്ത
വക്കീലാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. വക്കീൽ എന്നല്ല, സ്വന്തം പാഷന് വേണ്ടി തൻ്റെ പ്രൊഫഷനെ മാറ്റിമറിച്ച ഒരാളാണ്. അപ്പം എനിക്ക് തോന്നുന്നു പലരും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്വന്തം പാഷനെ പലപ്പോഴും പ്രൊഫഷന് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് പലരും. പ്രത്യേകിച്ചും നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കല്യാണം കഴിയുന്നതോടെ നൃത്തം മടക്കി വെക്കുന്നു. എഴുതാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ അത് നിർത്തിവെക്കുന്നു. അതുപോലെ തന്നെ സിനിമാ താരം ആഗ്രഹിക്കാൻ അറിയാവുന്നവർ ഹോട്ടലിൽ പോയി ജോലി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്വന്തം പാഷനെ അധികമാർക്കും പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും അത് ഫോളോ ചെയ്യാൻ കഴിയാറില്ല. എന്നാൽ അത്യപൂർവമായ ആളുകൾ മാത്രമേ പാഷനിലൂടെ ഒരു ജീവിതം കണ്ടെത്താൻ കഴിയൂ. പാഷനെ പ്രൊഫഷനാക്കുന്നവർ വളരെ കുറവാണ്. അപ്പൊ അതില് എനിക്ക് അങ്ങനെയുള്ളവരിൽ എനിക്ക് വലിയ സന്തോഷം. ഇപ്പൊ ഞാൻ തന്നെ എഴുത്തുകാരനാണെന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷെ എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. എഴുത്തിലൂടെ എനിക്ക് എല്ലാ മാസവും എൻ്റെ കുടുംബം നോക്കാനോ ശമ്പളമോ കിട്ടില്ല. എനിക്ക് ജോലിക്ക് കൃത്യമായി പോയാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയൂ. അത് അങ്ങനെ ഒരു പക്ഷേ നമ്മൾ മറ്റു മേഖലകൾ, സിനിമാ മേഖലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അതിനുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഏർണിങ്സ് നമുക്ക് നമ്മുടെ പാഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ സുദീപ് എൻ്റെ ജീവിതത്തിൽ സംഗീതം എന്നുള്ളത് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഒരു വലിയ പ്രചോദനമായി മാറിയിട്ടുണ്ടെന്നുള്ളത് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ ജീവിതയാത്രയിൽ എങ്ങനെയാണ് പാട്ടുകൾ തന്നെ മാറ്റിമറിച്ചതെന്നും യേശുദാസിനെ കുറിച്ചും തനിക്ക് മുൻപ് സഞ്ചരിച്ച മഹത്തായ പാട്ടുകാരെ കുറിച്ചൊക്കെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വൈറൽ വീഡിയോ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ദാസേട്ടൻ ഒരു അണ്ണാറക്കണ്ണനുമായിട്ട് ഇരിക്കുന്ന ഒരു വൈറൽ അമേരിക്കയിൽ നിന്നുള്ളൊരു വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. റീലിന്റെ കാലമാണല്ലോ ഇത്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ യേശുദാസിനെ പോലുള്ള പ്രതിഭകൾ മലയാള ഗാനശാഖ, ഇപ്പം വയലാറിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഹരി ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. അപ്പം മലയാളിയെ വിപ്ലവകാരിയാക്കിയത്, മലയാളിയെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്, മലയാളിയുടെ കഠിനമായ വിഷാദങ്ങളെ താണ്ടാൻ സഹായിച്ചത്, അവനെ മതേതര സ്വഭാവത്തിലേക്ക് മലയാളിയെ കൊണ്ടുവന്നു, മതേതര മനുഷ്യനാക്കി മലയാളിയെ മാറ്റിയത് ഒക്കെ പാട്ടുകളാണ്. അത് നമുക്ക് ഇപ്പം നമ്മൾ തന്നെ ഓരോരുത്തരും നമ്മുടെ ജീവിതസാരത്തെ ആലോചിച്ചാൽ മതി. ഞാൻ തന്നെ പലപ്പോഴും നമ്മുടെ പ്രണയിനിക്ക് എഴുതി കൊടുക്കുന്നത് നമുക്ക് ഞാൻ പ്രണയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വാട്സാപ്പ് ന്യൂ ജനറേഷൻ കാലത്ത് മുമ്പ് പ്രണയിച്ച ഒരാളാണ്. അപ്പം നമ്മൾ സിനിമ കാസറ്റുകളാണ് കൊടുക്കുന്നത്, പാട്ടിന്റെ കാസറ്റുകൾ. AR റഹ്മാന്റെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത അങ്ങനെ ഒരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട്. AR റഹ്മാന്റെ പാട്ട് റെക്കോർഡ് ചെയ്ത കാസറ്റ് അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, മേഘമൽഹാർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഓഡിയോ കാസറ്റ് എൻ്റെ പ്രണയിനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ പ്രണയിനി എൻ്റെ ഭാര്യയാണിന്ന്, അവരൊരു എഴുത്തുകാരിയാണ്, വീണ റോസ്കോട്ട് എന്നാണ് പേര്. അപ്പം ഇങ്ങനെ നമ്മുടെ പ്രണയത്തിനും എല്ലാത്തിനും സാക്ഷിയായത് ഗാനങ്ങളാണ്. സാഹിത്യത്തെക്കാൾ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ളത് സാഹിത്യം തന്നെയാണത്. ജനപ്രിയമായ കവിതയാണ് പാട്ട് സാഹിത്യം. അപ്പം അത്തരം ജനപ്രിയമായ ഒരു സാഹിത്യത്തിൻ്റെയും പാട്ടിൻ്റെയും ഒരു വ്യക്തി ശ്രീ സുദീപ് കുമാർ എഴുതിയ ഈ പുസ്തകം വളരെ ഹൃദ്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് പലരും ഇപ്പം നമുക്ക് പുതിയ AI കാലഘട്ടമാണിത്. AI കാലഘട്ടമാണിത്. അപ്പം നമുക്ക് എന്തും ഇപ്പം ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് അടുത്ത കേട്ടത്, കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട എഴുത്തുകാരൻ NS മാധവനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പം കിൻഡിൽ അടക്കമുള്ള ലോകത്തിലെ പല പബ്ലിഷിംഗ് കമ്പനികൾക്കും വേണ്ടി പുസ്തകം എഴുതുന്നത് AI ആണ്, മനുഷ്യരല്ല. AI ആണ് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ കുറച്ച് ഡേറ്റാസ് അടിച്ചു കൊടുത്താൽ ഒരു നല്ല നോവലായിട്ട് AI അത് എഴുതി തരും. ഏത് രീതിയിൽ വേണമെങ്കിലും, കടലിന്റെ അടിത്തട്ടിലുള്ള ഒരു ജീവിതത്തിന്റെ നോവലോ എന്ത് നോവലും നിങ്ങൾക്ക് ഇന്ന് AI കൊണ്ട് എഴുതാൻ കഴിയും. ഈ അടുത്ത കാലത്ത് ഒരു വാർത്തയിൽ ഒരു ജാപ്പനീസ് എഴുത്തുകാരിക്ക് വലിയൊരു അവാർഡ് കൊടുത്തു ജപ്പാനിലെ. പക്ഷെ അവര് ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു അവിടെ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എഴുത്തുകാരി പിടിക്കപ്പെട്ടു. കാരണം എഴുതിയത് ആരാണ്? AI ആണ് നോവൽ എഴുതിയത്. അപ്പൊ ഇതുപോലുള്ള കാലഘട്ടത്തിൽ മനുഷ്യന്റെ അനുഭവങ്ങൾക്ക് മാത്രമേ ഇനി സത്യസന്ധത ഉണ്ടാവൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സുദീപ് കുമാറിന്റെ അനുഭവം ഒരു AIക്കും എഴുതാൻ കഴിയില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ മാത്രം അനുഭവമാണ്. അത് കഥയോ നോവലോ നമുക്ക് വേണമെങ്കിൽ AI കൊണ്ട് എഴുതിപ്പിക്കാം, സിനിമയുണ്ടാക്കാം, പാട്ടുണ്ടാക്കാം. പക്ഷേ അനുഭവങ്ങളെ ഒരു AIക്കും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. എൻ്റെ അനുഭവം എൻ്റെ മാത്രമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഗായകൻ സുദീപ് കുമാറിന്റെ അനുഭവം അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. അതുകൊണ്ട് അനുഭവം എഴുത്തിന് സാഹിത്യത്തിൽ ഇനി വലിയ പങ്കുവരും. അതിലേക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ ഈ കൃതി. പുസ്തകം പ്രസിദ്ധീകരിച്ച ഷഹനാസിനും മാക്ബത്തിനും ഒപ്പം പ്രിയ എഴുത്തുകാരനും ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങിയ എൻ്റെ പ്രിയ സുഹൃത്ത് രാജലക്ഷ്മിയുടെ മുമ്പ് വീട്ടിൽ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പുസ്തക പ്രകാശനമായിട്ട് പോയിട്ട്, എൻ്റെ നല്ല സുഹൃത്താണ് രാജലക്ഷ്മി. ഒപ്പം എത്തിച്ചേർന്ന സദസ്സിലുള്ള പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്മ നേരുന്നു. ഈ പുസ്തകം നിങ്ങൾ ഏവരും വായിക്കണം, മാക്ബത്തിൽ കിട്ടും എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പ്രിയപ്പെട്ടവരെ, കേസില്ല വക്കീൽ എന്ന പേര് കേൾക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ പുസ്തക സ്റ്റാളുകളിൽ ഇങ്ങനെ ഓരോരുത്തർ വന്ന് പുസ്തകം വാങ്ങുന്ന സമയത്ത് ഇന്ദുമേനോൻ്റെ ഒരു പുസ്തകമുണ്ട്, എന്നെ ചുംബിക്കാൻ പഠിപ്പിച്ച സ്ത്രീയെന്ന്. അതൊക്കെ വായിച്ചിട്ട് ആളുകൾ ഇങ്ങനെ ചിരിക്കും. അവരെ ചുംബിക്കാൻ പഠിപ്പിച്ചത്, ആ പുസ്തകത്തിൽ അവർ പറയുന്നത് അവരുടെ അമ്മമ്മയെ കുറിച്ചാണ്. അപ്പോൾ പുസ്തകത്തിൻ്റെ ശീർഷകങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ഭാര്യയും ഭർത്താവും പോകുന്ന സമയത്ത് കേസില്ല വക്കീൽ എന്ന ഈ ടൈറ്റിൽ കണ്ടപ്പം ഭാര്യയെ വിളിച്ചിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ സംഭവം അവർ വക്കീലാണ്, അപ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കളിയാക്കി പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ പിന്നണി ഗായകൻ സുദീപ് കുമാർ അദ്ദേഹത്തിൻ്റെ പാഷനൊത്ത് ജീവിച്ച ഒരു മാതൃകാപരമായ ജീവിതം പറയുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമാണ് ഈ പുസ്തകം നിങ്ങളിലേക്ക് എത്തിച്ചത്. ഏറെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീമതി രാജലക്ഷ്മിയെ, പിന്നണി ഗായികയെ ക്ഷണിക്കുകയാണ്. പറച്ചിലിനൊപ്പം പാട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. നമസ്കാരം. ഒരുപാട് സന്തോഷം സുദീപേട്ടൻ്റെ ഈ ഒരു പുസ്തക പ്രകാശന വേദിയിൽ ഇത് ഏറ്റുവാങ്ങാൻ എനിക്ക് സാധിച്ചതിൽ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് സുദീപേട്ടനെ അറിയാം. ചേട്ടൻ LLB ചെയ്യുമ്പോഴൊക്കെ എനിക്കറിയാം, പക്ഷേ ഇതുവരെ ഒരു കേസ് പോലും വാദിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് സുദീപേട്ടൻ്റേത്. ഈ ഭാഷയോടുള്ള പ്രണയവും താല്പര്യമൊക്കെ എനിക്ക് അത് പണ്ട് മുതലേ അറിയാം. കാരണം സുദീപേട്ടൻ്റെ പാട്ട് പുസ്തകം നമ്മളെല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. അത്ര ഭംഗിയായിട്ടാണ് പാട്ടുകൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ്, മലയാളം ഹാൻഡ് റൈറ്റിംഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. മാത്രമല്ല, ഞാനിപ്പം സിംഗറായതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെല്ലാവരും മാതൃകയാക്കുന്ന ഒരു ആൾ കൂടിയാണ് ഈ വക കാര്യങ്ങൾ. ഡിസിപ്ലിൻ, എങ്ങനെയാണ് വരികൾ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞ്. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും സുദീപേട്ടനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സുദീപേട്ട ഈ വാക്കിനെ എങ്ങനെ മുറിക്കാം, എവിടെ ശ്വാസം എടുക്കാം, അതിൻ്റെ മീനിങ് തെറ്റാതെ എങ്ങനെ പാടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത് സുദീപേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ വളരെ അതുപോലെ ഭയങ്കര നർമ്മ ബോധമുള്ള ഒരാളാണ്. നറേഷൻ ഭയങ്കര രസമാണ് സുദീപേട്ടൻ്റെ. മാത്രമല്ല, ഞങ്ങളുടെ പിന്നണി ഗായകരുടെ സംഘടനയായ സമം, സിംഗേഴ്സ് അസോസിയേഷൻ മലയാളം മൂവീസ്, യേശുദാസ് സാർ ചെയർമാനായിട്ടുള്ള സമത്തിൻ്റെ പ്രസിഡൻ്റ് കൂടെയാണ് ഈ ജീനിയസ് ആയിട്ടുള്ള ഈ വക്കീൽ. അപ്പം അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. എല്ലാ കാര്യങ്ങളും അത്രയും ചിട്ടയോടെ വളരെ എക്സ്പെർട്ടൈസിലാണ് സുദീപേട്ടൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യത്തെ പുസ്തകം രാഗതരംഗിണി, അത് വായിച്ചതാണ്. അതിനുശേഷം കേസില്ല വക്കീൽ എന്ന ഈ പുസ്തകം സുദീപേട്ടനെ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ലേഖനങ്ങൾ ഇതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ഈ ഒരു ചടങ്ങിലേക്ക്, ഇങ്ങനെ ഒരു ജോലി ഇത് സ്വീകരിക്കാനായിട്ട് അതിലേക്ക് ക്ഷണിച്ച സുദീപേട്ടന് നന്ദി പറയുന്നു. അതുപോലെ ഷഹനാസ്, പിന്നെ ജേക്കബ് എബ്രഹാം, അദ്ദേഹത്തിൻ്റെ വാൻ ഗോഗിൻ്റെ കാമുകി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബുക്കാണ്. അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ ഇരിക്കാൻ സാധിച്ചത്. സുദീപേട്ടൻ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. ഈ പുസ്തകത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് സാറിൻ്റെ ജന്മദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ, പക്ഷേ സുദീപേട്ടൻ കൂടി ഒരുപാട് പാട്ടുകളിൽ ഗന്ധർവൻ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വളരെ സാന്ദർഭികമായിട്ട് എഴുതിയതാണെങ്കിലും ഈ പാട്ടുകളൊക്കെ പാടിയത് യേശുദാസ് സാറാണ്. അങ്ങനെ ഒരു പാട്ട് പാടാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമായി പ്രിയതോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. താങ്ക് യു.
പ്രിയപ്പെട്ട എഴുത്തുകാരനെ ക്ഷണിക്കുകയാണ്. BA മലയാളം കഴിഞ്ഞ ഒരാളാണ്. പുസ്തകത്തിൻ്റെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മലയാളം ഭാഷയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ കൂടി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച ബഹുമാനീയനായ ശ്രീ ജേക്കബ് തോമസ്, പുസ്തകം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ശ്രീമതി രാജലക്ഷ്മി, മാക്ബത്ത് പബ്ലിക്കേഷൻസിൻ്റെ ശ്രീമതി ഷെഹനാസ്, ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട ശ്രീമതി ഹണി, ഒരുപാട് പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സംഗീതജ്ഞരും, പ്രിയപ്പെട്ട വിമലേട്ടൻ, ഹരിയേട്ടൻ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിറഞ്ഞ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ജീവിതത്തിൻ്റെ മനോഹരമായ യാദൃച്ഛികതകൾ എന്ന് പറയുന്നത് ഏറ്റവും ആസ്വാദ്യമാണ്. ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനാവും എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളോ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളോ അല്ല. എൻ്റെ പിതാവ്, അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു. പലർക്കും അറിയാം, ശ്രീ കൈനഗിരി സുരേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ ഇപ്പോൾ ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ളവരുടെ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകളിലൂടെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ അതിലൊന്നും പോവാതെ അച്ഛൻ ആഗ്രഹിച്ചത് ഞാനൊരു എന്തെങ്കിലും ഒരു നല്ലൊരു പ്രൊഫഷണൽ ജോബ്, ഏതെങ്കിലും സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് പോകണമെന്നാണ്. എൻ്റെ കൂട്ടത്തിൽ സംഗീതം കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു. അതിൽ നിന്നും കുറച്ചുകൂടെ അച്ഛൻ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ വക്കീലാവണമെന്ന്. ഞാൻ തന്നെ തിരഞ്ഞെടുത്തു. ഞാൻ തന്നെ അതിൽ നിന്ന് മാറി. അതിനെക്കുറിച്ച് ഞാൻ ഈ പുസ്തകത്തിൽ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ LLB എക്സാമിനേഷൻ കഴിഞ്ഞ് എൻറോൾ ചെയ്യാൻ വേണ്ടി ഡേറ്റ് കിട്ടിയ ശേഷം മഹാനായ സംഗീതജ്ഞൻ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ G. ദേവരാജൻ മാസ്റ്ററെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായി കാല് തൊട്ട് വന്നിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഇനി സംഗീതത്തിൻ്റെ വഴിയിലാണോ അതോ നീ ഈ ജോലി വക്കീൽ പണിക്ക് പോകുന്നു? അപ്പം ഞാൻ പറഞ്ഞു, മാസ്റ്റർ എനിക്ക് ആഗ്രഹം സംഗീതമാണ്, പക്ഷേ ഒരു പഠിച്ച ജോലി എന്നുള്ള രീതിയിൽ അതിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, നീ എന്നും നല്ലൊരു കേസില്ലാ വക്കീലായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് എത്രത്തോളം ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞാണെന്നുള്ള, എത്ര ക്രാന്തദർശിയായ ഒരു മഹാ മനുഷ്യൻ്റെ ചിന്തകളിൽ വന്നാണോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് തുടങ്ങുന്ന കുറച്ച് ലേഖനങ്ങളാണ് ഞാനിതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ പ്രഗത്ഭരായ മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ വലിയ വ്യക്തിത്വങ്ങളുമായിട്ട് പലപ്പോഴും കണ്ടുമുട്ടാൻ സാധിച്ചപ്പോൾ അവരുമായിട്ടുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള വളരെ ഓർമ്മിക്കപ്പെടുന്ന സാഹചര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രചനയാണ്. വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബുക്കാണ്, അല്ലാതെ ഗഹനമായ ഒന്നുമില്ല. കട്ടിയുള്ള പദങ്ങളോ ഭാഷാപ്രയോഗങ്ങളോ ഒന്നുമില്ലാതൊന്നും എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, കൊറോണ കാലത്ത് ദേവരാജൻ മാസ്റ്റർ വിട്ടുപോയതിന് ശേഷം കുറേ വർഷം കഴിഞ്ഞാണല്ലോ ഈ മഹാമാരിയൊക്കെ വരുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, മാസ്റ്ററെക്കുറിച്ചുള്ള ഓർമ്മകൾ കുറിപ്പുകളായിട്ട് ഞാനിങ്ങനെ എഴുതി സൂക്ഷിച്ചു. അപ്പം ബഹുമാനീയനായ MK മുനീർ സാർ അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്താണ് ഇതൊരു പുസ്തകമായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒലിവ് ബുക്സിലൂടെ ആദ്യത്തെ പുസ്തകം രാഗതരംഗിണി പ്രസിദ്ധീകരിച്ചത്. അന്ന് ഒലിവിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ട ശ്രീമതി ഷെഹനാസ്. അപ്പോൾ അന്ന് ഷെഹനാസുമായിട്ടുള്ള സൗഹൃദം തുടങ്ങി. പിന്നീട് മാക്ബത്ത് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു പുസ്തകം ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ, കൊറോണയൊക്കെ കഴിഞ്ഞല്ലോ, അന്ന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കൊറോണയൊക്കെ മാറി കോവിഡിൻ്റെ കാലം കഴിഞ്ഞുകൂടി നിറയെ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, നമ്മുടെ ഇത്രാം തീയതിയാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ, അതിനു മുമ്പ് തരണേ. അങ്ങനെ പലപ്പോഴും എനിക്ക് സമയത്ത് എഴുതി കൊടുക്കാൻ പറ്റാതെ പരിപാടികൾ കഴിയുമ്പോൾ രാത്രി 1 മണി 2 മണിക്കൊക്കെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ വീട്ടിലുള്ളവർ എണീറ്റ് വരുമ്പോൾ ഞാൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ടാവും. അങ്ങനെ ഞാൻ ഉറക്കമില്ലാതെ കുറച്ച് ലേഖനങ്ങൾ എഴുതി സമയത്ത് എങ്ങനെയോ കൊടുത്ത് ഒപ്പിച്ചതാണെന്ന് പറയാം. പക്ഷേ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. രാഗതരംഗിണി പൂർണ്ണമായിട്ടും രാജി പറഞ്ഞ പോലെ എനിക്ക് അക്ഷരങ്ങളോട് വല്ലാത്ത പ്രണയമുണ്ട്. എനിക്ക് ഒരു വാക്ക്, ഒരു അക്ഷരം ഏറ്റവും ഭംഗിയായി കാണണം, എഴുതണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഞാനിരുന്ന് കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ ഒരു ലേഖനം പോലും, ഒരു വാക്ക് പോലും ഞാൻ എഴുതിയിട്ടില്ല. ഫുൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കൊടുത്താണ് ഈ പുസ്തകം സാധ്യമാക്കിയെടുത്തത്. അതും ഒരു വലിയ ടാസ്ക് ആയിരുന്നു. എന്തായാലും ഇത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ 1ാം പതിപ്പ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് ശേഷം ആളുകളിലേക്ക് എത്തിയെങ്കിലും കേരളത്തിൽ ഒരുപക്ഷെ ഇത് എത്രത്തോളം ആളുകൾ, അത് ഞാനായിട്ട് അതിനൊരു പ്രചരണമൊന്നും കൊടുത്തിട്ടില്ല. ഷെഹനാസും അങ്ങനെ കണ്ടൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പിന്നീട് എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താനൊരു വേദി കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നിയമസഭാ പുസ്തകോത്സവം, ഇതൊക്കെ നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ബൃഹത്തായ, ഏറ്റവും നല്ല പുസ്തകോത്സവങ്ങളിലൊന്നായ, വളരെ വലിയ എഴുത്തുകാരുടെ വലിയ വലിയ നല്ല നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഈ വേദിയിൽ
എൻ്റെ ഈ ഒരു ചെറിയ പുസ്തകത്തിന് ഇടം കിട്ടി എന്നുള്ളതിൽ ഏറ്റവും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന് അവസരമുണ്ടാക്കിയതിന് മാക്ബത്ത് പബ്ലിക്കേഷൻസിനോടും ശ്രീമതി ഷെഹനാസിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകത്തിൽ ചില സംഗീതജ്ഞരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, ചില എഴുത്തുകാരെ കുറിച്ചുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ പറ്റുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും പല സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്യുമെങ്കിലും പക്ഷേ എഴുത്തിൻ്റെ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു വൈകാരികത, അതിൻ്റെ സൗന്ദര്യം ഞാൻ ചില ലേഖനങ്ങളിലെങ്കിലും അനുഭവിച്ചിട്ടുണ്ട്. അത് വായിക്കുന്ന നിങ്ങൾക്കും കൂടി അനുഭവവേദ്യമായാൽ എൻ്റെ ഈ ഉദ്യമം സഫലമായി എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും ഇത് ഒരൊറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ടോ വായിച്ചു തീർക്കാവുന്ന വളരെ ചെറിയൊരു ബുക്കാണ്. അപ്പോൾ അത് എല്ലാവരും അതിന് മനസ്സ് കാണിക്കണമെന്ന് കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പിന്നെ പറഞ്ഞ പോലെ തൊഴിൽ ഇതല്ലാത്തതുകൊണ്ട് പ്രസംഗം കേൾക്കുമ്പോൾ അടുത്തത് ഒരു പാട്ടായെന്ന് ആയിരുന്നെങ്കിലും ആഗ്രഹിക്കും. ഒരു പാട്ട് കൂടി പാടി അവസാനിപ്പിക്കാം. നമ്മുടെ ശ്രീ ജേക്കബ് തോമസിൻ്റെ ഒരു ആവശ്യം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വേണം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എൻ്റെ കരൾ കൊമ്പിലിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. നേരത്തെ വേറൊരു പാട്ട് കൂടി മനസ്സിൽ വന്നു. ഹരിച്ചേട്ടൻ ഏറ്റവും വലിയ വയലാറിൻ്റെ പാട്ടുകൾ അരച്ചു കലക്കി കുടിച്ച ആളാണ്. ഒരുപക്ഷെ യേശുദാസ് സാറിൻ്റെ പാട്ടുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഗന്ധർവൻ എന്നുള്ള പേര് കിട്ടിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടി ആയതുകൊണ്ട് രാജി പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു പാട്ടിലേക്ക് കൂടി ഒരു ചിന്ത വന്നത്. അപ്പം ഒഴുകുമി വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ, പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കു, എന്നെ നിൻ ഗാനഗന്ധർവനാക്കു. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗന്ധർവനാക്കു, എന്നെ നിൻ ഗാനഗന്ധർവനാക്കു. ഇന്ദ്രവല്ലരിപ്പൂ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. താങ്ക് യു. ഒരാളോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയണം. കാരണം രമേശ് നാരായണൻ സാർ, അദ്ദേഹം നമുക്കറിയാം, നമുക്കെല്ലാം പ്രിയപ്പെട്ട സംഗീതജ്ഞനാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞുവിടാ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. പാട്ടുകാരുടെ കൂട്ടത്തിൽ എഴുതുന്നവർ കുറവാണ്, എഴുതുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെക്കുറിച്ച് സംസാരിക്കണം, ഞാൻ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ എണീക്കാൻ പറ്റാത്തതുപോലെ വെർട്ടിഗോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും രാജലക്ഷ്മിയും കൂടി അവിടെ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി വീട്ടിൽ ചെന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് ചോദിക്കാൻ പോലും തോന്നില്ല, അത്ര കണ്ട് വയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. ഉച്ച കഴിഞ്ഞെങ്കിലും ആക്കിയാൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ടാബ്ലറ്റ് എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയും റിസ്ക് എടുക്കണ്ട സാർ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ ഉള്ളതാണ്. ഒരു പുസ്തകം പ്രകാശിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു പാട്ട് നാശമായി പോകാൻ പാടില്ല, നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ റെക്കോർഡിങ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട്, അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അതിന് മുമ്പ് തന്നെ ഷെഹനാസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ജേക്കബ് തോമസ് സാർ അദ്ദേഹം ഇതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാന നിമിഷത്തിൽ ഒരാൾ വെർട്ടിഗോ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ വെർട്ടിഗോയിലെ വേർമ, അതിൽ ഈഗോ എന്നുള്ളത് ഇല്ലാതെ ഒരാൾ ഇത് ഏറ്റെടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിന് വെർട്ടിഗോ നമുക്ക് ഗുളിക കഴിച്ച് മാറ്റാം, ഈഗോ മാറ്റാൻ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട്
വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ മാന്യമായിട്ട് ഞങ്ങൾ അരമണിക്കൂർ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേദിയിലുള്ള ആർക്കെങ്കിലും ഒരു 2 വാക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാറിനെ തന്നെ ക്ഷണിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാജലക്ഷ്മി എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. രാജലക്ഷ്മി ഇവിടെ പറഞ്ഞ വളരെ ശരിയാണ്. ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ജീവിതം നയിക്കുന്ന ആളാണ് ഈ സുധീർ കുമാർ. ഇത് ഞാൻ മനസ്സിലാക്കാൻ കാരണം എൻ്റെ ഒരു അയ്യപ്പൻ പാട്ട്, മലയ്ക്കു പോകാൻ മാലയിടുമ്പോൾ ദക്ഷിണ ഈ ജന്മം, ഇത് പാടാൻ വരുമ്പോഴാണ് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് സുദീപിനെ കാണുന്നത്. അന്ന് അദ്ദേഹം പല പ്രാവശ്യം പാടിയത് അത് ശരിയായതിനു ശേഷം സംഗീത സംവിധായകൻ മനോജ് കൃഷ്ണൻ അത് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ പറഞ്ഞതിന് ശേഷവും സുദീപ് പിന്നെയും പറയാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ സുദീപിൻ്റെ ആ ഒരു പ്രവൃത്തി ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. കാരണം അത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പാടുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ ഇതെടുത്തോ, ആ ട്രാക്ക് എടുത്തോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാടി കൊടുക്കാൻ അത്രയുള്ളൊരു സമർപ്പണ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കാണിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേസില്ല വക്കീലിന് ഈ ഫീസില്ല പ്രഭാഷകൻ്റെ ആശംസകൾ. ഞാൻ എൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. താങ്ക് യു സാർ. ഒരു മനുഷ്യൻ എഴുത്തുകൊണ്ടും സംഗീതം കൊണ്ടും അവരുടെ ജീവിതം നമുക്ക് മുന്നിൽ എഴുതിയും പാടിയും ഒക്കെ തുറന്നു വെക്കുകയാണ്. കേസില്ല വക്കീൽ മാക്ബത്ത് പബ്ലിക്കേഷൻസിലുണ്ട്. വാങ്ങുക, വായിക്കുക, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യരോടും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. പുസ്തക പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി.